പെസഹ ആചരണം പ്രത്യേകിച്ച് സിറോ മലബാർ കുടുംബങ്ങളിൽ കുട്ടികൾക്ക് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. കർത്താവിൻ്റെ മരണത്തിന് തൊട്ടുമുമ്പുള്ള ദിവസമാണെങ്കിൽ പോലും കുട്ടികളെ സംബന്ധിച്ച് സന്തോഷത്തിന് കാരണമുണ്ട്. ധാരാളമായിട്ട് അപ്പം കിട്ടുമെന്നുള്ളതാണ്. അപ്പവും പാലുമൊക്കെ കിട്ടും. വീടുകളിൽ അന്നൊക്കെ വളരെ ചുരുക്കമായിട്ട് മാത്രമേ അപ്പമൊക്കെ ഉണ്ടാക്കാറുള്ളൂ, അല്ലെങ്കിൽ കോഴിയൊക്കെ കൊന്ന് ഇറച്ചി കറി വെക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പെസഹ ദിവസം ഉണ്ടാക്കുന്ന അപ്പമൊക്കെ കഴിക്കാനായിട്ട് എല്ലാവർക്കും താല്പര്യമാണ്. മാത്രമല്ല, അന്നുണ്ടാക്കുന്ന അപ്പത്തിൻ്റെ ഓർമ്മകൾ, അതിൻ്റെ ആ മണം പോലും ഇത്രയും പ്രായമായെങ്കിൽ ഇപ്പോഴും അതിങ്ങനെ തങ്ങി നിൽപ്പുണ്ട് മനസ്സിൽ. മാത്രമല്ല, എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ചെറുപ്പകാലത്ത് ഈ അപ്പം കിട്ടാതെ വന്ന ഒരനുഭവമുണ്ട്. ആ അനുഭവം എൻ്റെ അമ്മ മരിച്ച വർഷമാണ്. എനിക്ക് ഏതാണ്ട് 9 വയസ്സുള്ള സമയത്ത് ആണ് അമ്മ മരിക്കുന്നത്. അന്നത്തെ ആചാരമനുസരിച്ച് ഞങ്ങളുടെ ആ പ്രദേശത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വീട്ടിലൊരു മരണം നടന്നാൽ ആ വർഷം അവിടെ അപ്പം പുഴുങ്ങുകയില്ല. അതേസമയം ഇന്നത്തേതുപോലെ ബേക്കറികളോ അല്ലെങ്കിൽ ഇതുപോലെ ബ്രെഡ് കുരിശപ്പമൊക്കെ ഉണ്ടാക്കി തരുന്ന സംവിധാനമൊന്നുമില്ല. അയൽവക്കത്തു നിന്നൊക്കെയാണ് അങ്ങനെ മരിച്ച വീടുകളിലേക്ക് അപ്പം പുഴുങ്ങിക്കൊണ്ട് തരിക. അത് അയൽവക്കക്കാർ അറിഞ്ഞ് കൊണ്ടുവന്ന് തരും. പ്രത്യേകിച്ച് കുരിശപ്പമാണ് അങ്ങനെ ഉണ്ടാക്കി തരിക. എന്തുകൊണ്ടാണ് അങ്ങനെ അപ്പം ഉണ്ടാക്കാത്തത് എന്നെനിക്ക് പറഞ്ഞുകൂടാ. ഒരു പക്ഷേ നമ്മുടെ ഹിന്ദു പാരമ്പര്യങ്ങളിൽ നിന്നൊക്കെ കിട്ടിയ ചില കാര്യങ്ങളാകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതല്ലെങ്കിൽ പെസഹായുടെ ഓർമ്മയായ അന്നത്തെ ദിവസത്തെ അപ്പം പുഴുങ്ങൽ വേണ്ട എന്ന് വെക്കേണ്ട കാര്യമില്ല. ഈ അമ്മയുടെ ഓർമ്മയിലായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു, ഒരു ദുഃഖാചരണത്തിൻ്റെ ഭാഗമായിട്ട്. തീർച്ചയായിട്ടും പെസഹായുടെ പിറ്റേ ദിവസം വരുന്നത് ദുഃഖവെള്ളിയാണ്. നമ്മളത് ദുഃഖവെള്ളി എന്ന് പറയുമെങ്കിലും ദുഃഖത്തിൻ്റെ വെള്ളിയല്ല. കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് തൻ്റെ രക്തം തരാൻ വേണ്ടി മരിച്ച ദിവസമാണ്. അതുകൊണ്ടത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമാണ്. കാരണം പാപത്തിൽ നിന്ന് മോചനം തരുന്നതിൻ്റെ പ്രതീകമായിട്ടാണത്. പക്ഷേ ഈ പെസഹ ആചരണം തീർച്ചയായിട്ടും അത് നമ്മുടെ കുടുംബങ്ങളിൽ ആരാണ് ഈ അപ്പമൊക്കെ മുറിച്ച് തന്നിരുന്ന ആചരണ ദിവസം? അത് വീട്ടിലെ മുതിർന്ന കാരണവരാണ്. എൻ്റെ വീട്ടിലാണെങ്കിൽ വല്യപ്പനും വല്യമ്മയും അപ്പനും അമ്മയും സഹോദരങ്ങളും എല്ലാം അടങ്ങുന്ന കുടുംബമാണ്. അതുപോലെ തന്നെ എൻ്റെ സ്വന്തം പിതാവിൻ്റെ സഹോദരങ്ങൾ, അവരൊക്കെ അവിടെ ഉണ്ടാകും. അപ്പോഴങ്ങനെയുള്ള അവസരത്തിൽ എൻ്റെ പിതാവല്ല, എൻ്റെ വല്യപ്പൻ കുരിശൊക്കെ വരച്ച് ആഘോഷമായിട്ട് വന്നിരുന്ന് മിക്കവാറും ഒരു മുറത്തിലാണ് അപ്പമൊക്കെ എടുത്ത് വയ്ക്കുക. ആ മുറത്തിൽ വളരെ ഭക്തിപൂർവ്വം അപ്പം മുറിച്ച് ഓരോരുത്തർക്കും ഇരു കൈകൾ കൊണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. അതുപോലെ വാങ്ങിക്കുന്നതും ഇരു കൈകൾ കൊണ്ട് തന്നെയാണ്. വീടുകളിൽ പൊതുവെയൊക്കെ കുടുംബത്തിൽ സഹോദരങ്ങൾ തമ്മിലൊക്കെയുള്ള വഴക്കുകളൊക്കെ തീരുന്ന ദിവസമാണല്ലേ, തീർക്കുന്ന ദിവസമാണ്. അപ്പൻ്റെ ഈ അപ്പവിതരണത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും മനസ്സും ഹൃദയമൊക്കെ ശുദ്ധമാക്കി ഒരുമിച്ച് വന്ന് സ്നേഹത്തോടു കൂടി അത് സ്വീകരിക്കണമെന്നുള്ളതാണ്. മക്കളെവിടെയാണെങ്കിലും ആ പെസഹ ദിവസം എത്തുകയും ഈ അപ്പമൊക്കെ വാങ്ങി കഴിക്കുകയും ചെയ്യും. ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നത് അത്തരം അനുഭവങ്ങൾ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ, ആചരണങ്ങൾ മറ്റു തരത്തിലുള്ള ഇടപെടൽ കൂടാതെ തന്നെ മക്കളുടെ ഇടയിലും സഹോദരങ്ങളുടെ ഇടയിലുമൊക്കെയുള്ള വഴക്കുകളും പിണക്കങ്ങളുമൊക്കെ തീർക്കാനുള്ള ഒരു ഉപാധിയായിരുന്നു. പലപ്പോഴും അപ്പം പറയും, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ച ദിവസമാണത്. അപ്പോൾ നമുക്കിനിയും ഇങ്ങനെ പിണങ്ങിയിരുന്നു കൊണ്ട് അത് കഴിക്കാനുള്ള അവകാശമില്ല. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിൻ്റെ കൂടി ഒരു പ്രതീകമായിട്ടാണിത് കഴിക്കുന്നത്. പാപത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നുപോയതിൻ്റെ ഓർമ്മ. പഴയ നിയമത്തിൽ ഇസ്രായേൽക്കാർ പെസഹ ആചരിക്കുമ്പോൾ അവർ ഈജിപ്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയാണത്, പുറപ്പാടിൻ്റെ ഓർമ്മയാണ്. അത് അവർ ചെയ്തിരുന്നത്, അവരുടെ കുടുംബങ്ങളിൽ ഇത് ആചരിക്കുമ്പോൾ കുടുംബത്തിലെ ഏറ്റവും ഇളയ കുട്ടി മുതിർന്ന കാരണവരോട് ചോദിക്കും, എന്താണ് ഈ ആചരണത്തിൻ്റെ അർത്ഥം? അങ്ങനെ ആ കുട്ടി ചോദിച്ചു കഴിയുമ്പോൾ ആ മുതിർന്ന കാരണവർ ദൈവം എപ്രകാരം തങ്ങളുടെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു, പിന്നെ അബ്രാഹത്തിൻ്റെയും യാക്കോബിൻ്റെയും ഇസഹാക്കിൻ്റെയും എല്ലാം കഥകളങ്ങ് പറയുകയാണ്. എന്നിട്ട് എപ്രകാരം അത്ഭുതകരമായിട്ട് ഈജിപ്തിൽ നിന്ന് അവരെ കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നു, തേനും പാലും ഒഴുകുന്ന ആ രാജ്യത്ത് കൊണ്ടുവന്ന്
മറ്റു തരത്തിലുള്ള ആളുകളെ അവിടെ ഉണ്ടായിരുന്നവരെയൊക്കെ ഓടിച്ചു വിട്ട് അവർക്ക് ആ രാജ്യം അവർക്ക് മാത്രമായിട്ട് കൊടുത്തു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വലിയ ആ ഒരു പരിപാലന ഇതുപോലെ ഓരോ കുട്ടിയുടെ ഹൃദയത്തിലേക്കും മനസ്സിലേക്കും ഈ ആചരണം കടത്തിവിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പെസഹ ആചരണം കേവലം ഒരു അപ്പം മുറിക്കൽ മാത്രമായിട്ട് അവശേഷിക്കരുത്. ഇതുപോലെ നമുക്ക് ദൈവം ചെയ്തു തന്നിട്ടുള്ള, നമ്മുടെ കൂടെ ദൈവം നടന്നതിൻ്റെ ഓർമ്മയൊക്കെ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന സമയമാണിത്. ഈ അബ്രാഹത്തെ തിരഞ്ഞെടുത്തതിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 18:19 പറയുന്നത് ഇങ്ങനെയാണ്: നീതിയും ന്യായവും പ്രവർത്തിച്ച കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ അവൻ്റെ മക്കളോടും അവരുടെ പിൻതലമുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതിനും അങ്ങനെ ഞാൻ അവനോട് ചെയ്ത വാഗ്ദാനം വേണ്ടിയാണ്. എന്തായിരുന്നു അബ്രാഹത്തോട് ചെയ്ത വാഗ്ദാനം? അവൻ്റെ മക്കളില്ലാതിരുന്ന അവസ്ഥയിലാണത് പറയുന്നത്. കടൽ തീരത്തെ മണൽത്തരികൾ പോലെ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ അത്രയധികമായിട്ട് വർദ്ധിക്കുമെന്ന്. മാത്രമല്ല സകല ജനതകളും അബ്രാഹത്തിലൂടെ അനുഗ്രഹീതരാകും എന്നുള്ളതാണ് പറഞ്ഞ ആ വാഗ്ദാനം. ഇത് പൂർത്തിയാകണമെങ്കിൽ എന്തു വേണം? നമ്മുടെ തലമുറയിൽപ്പെട്ട ഓരോ തലമുറയിൽപ്പെട്ടവരും അടുത്ത തലമുറയിലുള്ളവരോട് ഇത് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് 78-ാം സങ്കീർത്തനത്തിൽ ഇക്കാര്യം പറയും. നമ്മുടെ പിതാക്കന്മാർ നമ്മളിൽ നിന്നത് മറച്ചു വെച്ചിട്ടില്ല. ദൈവം നമുക്ക് ചെയ്ത ആ വലിയ കൃപകൾ, ആ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള അത്ഭുതങ്ങൾ, അതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ഓർത്തിരിക്കുന്നത്. ഇത് നമ്മുടെ മക്കളുടെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ മക്കളിൽ നിന്ന് അത് മറച്ചു വയ്ക്കാൻ പാടില്ല. അങ്ങനെ മറച്ചു വെച്ചാൽ എന്ത് സംഭവിക്കും? ഒരു പക്ഷേ അവർ വഴിതെറ്റിപ്പോവുകയും ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ട് തിന്മയുടെ അടിമകളായിട്ട് വീണ്ടും തീരുകയും ചെയ്യും. ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ആധുനിക സന്ദർഭങ്ങളിൽ നോക്കുമ്പോൾ ഇത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പെസഹ ആചരണം തന്നെ വീടുകളിൽ കുറഞ്ഞു വരുന്നു. ഉണ്ടെങ്കിൽ പോലും കേവലം ഒരു ആചരണമായിട്ട് അതിൻ്റെ ഒരു അന്തസത്ത ചോർന്നു പോയ ഒന്നായിട്ട് പോകുന്ന പോലെ തോന്നുന്നു. എങ്കിലും ഇന്ന് നമുക്ക് ഈ വേദപാഠത്തെക്കാളുമൊക്കെ വലിയ രീതിയിൽ ദൈവത്തിൻ്റെ ഈ കൃപ, ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റിയ സന്ദർഭങ്ങളാണ് ഇതെല്ലാം. ഈ പെസഹ ആചരണവും അതുപോലെ ഓശാന ദിവസവും കുരിശുമരണത്തെ ഓർക്കുന്ന ദുഃഖവെള്ളിയും എല്ലാം ഇതുപോലെ മക്കൾക്ക് വലിയൊരു മതബോധനം, വിശ്വാസ പരിശീലനം കൊടുക്കാൻ പറ്റിയ സന്ദർഭങ്ങളാണ്. മാതാപിതാക്കന്മാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്, ഈ മുതിർന്നവരെ മാതാപിതാക്കളെ തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? നീതിയും ന്യായവും പ്രവർത്തിച്ച, നീതിയും ന്യായം എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അത് പ്രവർത്തിച്ച കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ അവൻ തൻ്റെ മക്കളോടും അവരുടെ പിൻതലമുറക്കാരോടും കൽപ്പിക്കാൻ വേണ്ടിയിട്ടെന്നാണ് പറയുന്നത്. കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ കേവലം ചുമ്മാ വെറുതെ പറയുകയല്ല. അത് അവർ ചെയ്യണമെന്നുള്ള ചിന്തയോടുകൂടി ഈ പിതാവിൻ്റെ അധികാരത്തെ മക്കൾ മാനിക്കണമെന്നുള്ള ചിന്തയോടുകൂടി പറഞ്ഞു കൊടുക്കുന്നതാണ്. അതൊരു വലിയ ഉത്തരവാദിത്വമാണ്. മാതാപിതാക്കളുടെ കടമയെന്ന് പറയുന്നത് കേവലം വിദ്യാഭ്യാസവും അതുപോലെ നല്ല ജോലിയും ഒക്കെ കൊടുക്കുക എന്നുള്ളതല്ല. അതിലുപരിയായിട്ട് അവരെ ദൈവത്തിൻ്റെ വഴികളിലൂടെ നടത്തുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്? കാരണം ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ആ വ്യക്തി ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ, ഈശോയുടെ അതേ ദൗത്യ നിർവഹണം, ഈ രക്ഷാകര സംഭവം അത് പൂർത്തിയാക്കേണ്ട ഒരു കടമയാണുള്ളത്. ഈ ലോകത്തെ രക്ഷിക്കാനായിട്ട് വന്ന കർത്താവ് യഥാർത്ഥത്തിൽ നമ്മളിലൂടെയാണിത് പൂർത്തിയാക്കുന്നത്. ഇനി ലോകാവസാനം വരെ എങ്ങനെയാണ് കർത്താവ് രക്ഷാകര സംഭവം പൂർത്തിയാക്കുന്നത്, രക്ഷ കൊടുക്കുന്നത്? അത് നമ്മളിലൂടെയാണ്. കാരണം കർത്താവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തർ. അതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. അതുപോലെ കർത്താവ് പറയുന്നത്, ഞാൻ മുന്തിരിച്ചെടിയാണ്, നിങ്ങൾ ശാഖകളാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ശാഖകളായിട്ട് ലോകത്തിലെമ്പാടും ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിന്ന് സകല ലോകത്തിനും ഈ രക്ഷയുടെ സന്ദേശം കൊടുക്കുക എന്നുള്ളതാണ് സ്നേഹത്തിൻ്റെ സന്ദേശം, ക്ഷമിക്കലിൻ്റെയും മറക്കലിൻ്റെയും പൊറുക്കലിൻ്റെയും രമ്യപ്പെടലിൻ്റെയും ഒക്കെ സന്ദേശം. ഈ പെസഹ വ്യാഴാഴ്ച അപ്പം മുറിച്ച് കഴിക്കുമ്പോൾ ഓർക്കേണ്ടതാണ്, മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടതാണ്, മക്കളെ ഈ വലിയ ക്ഷമിക്കലിൻ്റെയും മറക്കലിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും സ്വയം ദാനം ചെയ്യുന്നതിൻ്റെയൊക്കെ ഓർമ്മയാണിത്. അപ്പം മുറിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതം തന്നെ മുറിച്ച് കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷയാണ് പിന്നീട് വിശുദ്ധ കുർബാനയായിട്ട് വരുന്നതെങ്കിലും അത് പൂർണ്ണമായില്ല. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാല് കഴുകുന്ന കാര്യം പറയുന്നത്. കാല് കഴുകുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് സ്വന്തം ജീവിതം തന്നെ മുറിച്ചു കൊടുക്കുന്നതാണ്, സ്വന്തം അഭിമാനം തന്നെ മുറിച്ചു കൊടുക്കുന്നതാണ്. ഈ പെസഹ വ്യാഴാഴ്ച ഇങ്ങനെ നമ്മുടെ ചിന്തയിലേക്ക് ഇതെല്ലാം കടന്നു വരണം, ഈ ചിന്തകൾ. അപ്പോൾ മാത്രമേ നമ്മുടെ ആചരണത്തിന് അർത്ഥമുണ്ടാവുകയുള്ളൂ. അതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അയൽപക്കംകാർ സ്വാഭാവികമായിട്ട് അവർക്ക് അപ്പോൾ കൊണ്ടു കൊടുക്കുക, അവരെ ആശ്വസിപ്പിക്കുക, അവർക്ക് എപ്പോഴും തങ്ങളും സഹായമുണ്ട് എന്നുള്ള ആ ചിന്തയോടുകൂടി അവർക്കും ജീവിക്കാൻ കഴിയട്ടെ. ഈ പെസഹ ആചരണം ഏവർക്കും ഇതുപോലെ കർത്താവ് സ്വയം കൊടുത്തതുപോലെ ആ കൊടുക്കുന്ന അനുഭവത്തിൻ്റെ ഒരു ദിവസമായി മാറട്ടെ എന്നാണ് എൻ്റെ ആശംസ.